നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 PSC നടത്തിയ LGS നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറുകളുടെ ഡിസ്കഷനാണ് ഇത്. പാർട്ട് 1. ഇതിൽ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യ പേപ്പർ കൂലി വർക്കർ എക്സാമിൻ്റെതാണ്. ചോദ്യം: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകൾ? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ വനിത ആരാണ് എന്നാണ് ചോദ്യം. സരോജിനി നായിഡു. സരോജിനി നായിഡു. ആദ്യത്തെ വനിത ആനി ബസന്റ്, ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 19 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏത്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അടുത്ത ചോദ്യം: 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ് 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LGS കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ വമ്പൻ ഓഫർ നടക്കുവാണ്. അപ്പോൾ വരാനിരിക്കുന്ന LGS പരീക്ഷയ്ക്ക് വേണ്ടി ഫുൾ സിലബസ് കവർ ചെയ്ത് വിത്ത് സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ എന്നോട് ഡയറക്ട്ലി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. SCERT ഇൻക്ലൂഡ് ആയിട്ട് എക്സാംസ് അടക്കമാണ് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ LGSന് വേണ്ടി മാത്രമല്ല, സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് വിത്ത് സ്റ്റഡി പ്ലാൻ ബാച്ച് പോകുന്നുണ്ട്. VFA അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട്. അതുപോലെ അഡ്മിഷനും ഓപ്പൺ ആണ്. പിന്നെ LDC പരീക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ സ്റ്റേജസിലെ എല്ലാം LDC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സിനും ഇപ്പോൾ ഓഫർ ഉണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം: ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആര്?
EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിഭായി ആണ്. ഗൗരി പാർവതിഭായി. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നതാണ് തെറ്റായ പ്രസ്താവന. G20 രൂപീകരിക്കപ്പെട്ടത് 1999 G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഇതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? പോറ്റി ശ്രീരാമലു ആണ്. 3 അംഗ കമ്മിറ്റിയായിരുന്നു. ഫസലലി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. സർദാർ KM പണിക്കർ, HN ഖുൻസ്രു എന്നിവർ മറ്റ് അംഗങ്ങളും ആയിരുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം എന്നിവയാണ് കറക്റ്റ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിനുമോൾ മാരിയറ്റ് തോമസ്. ജിനുമോൾ മാരിയറ്റ് തോമസ്. അടുത്ത ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്കയെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരെന്താണ്? സജി ചെറിയാനാണ്. സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്ത്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ചൈനയിലാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ആണ്. പെരിയാർ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? 9 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽത്തീരമുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഈ ഓപ്ഷൻ വെച്ചിട്ട് AJ ദേശായി ആണ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിൽക്കുന്നത് മുഹമ്മദ് മുഷ്താഖ് ആണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? പാലക്കാട് ജില്ലയിൽ സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത്? മേഘാലയയിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷം? 1973 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓർബിറ്റർ ആണ്. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിവ ഇതിനൊപ്പം വിക്ഷേപിച്ചു. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ജീവിതമാണ് അമൃത ഷേർഗിലിന്റെ ചിത്രം. ചരക്ക് സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? 1 ജൂലൈ 2017 ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? പ്രേംചന്ദ് ആണ് ഗോദാൻ എന്ന കൃതിയുടെ രചയിതാവ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏഷ്യയെയാണ് മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മികച്ച നടൻ അല്ലു അർജുൻ ആയിരുന്നു. അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷിയാണ്. കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇന്ത്യയാണ്. ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ് അനാച്ഛാദനം ചെയ്തത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല പയറിന്റെ സങ്കര ഇനമാണ്. ലോല എന്നത് പയറിന്റെ സങ്കര ഇനമാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? കണ, റിക്കറ്റ്സ്, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 2 മാത്രമാണ് ശരി. തിരമാല പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽത്തീരം സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. PSCയുടെ ഫൈനൽ ഉത്തരം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു എന്നതാണ്. ഒരുപാട് പേര് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തപ്പം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു എന്നതില്ലേ എന്ന് ചോദിച്ചു. എന്നാലും PSCയുടെ ഫൈനൽ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ജയന്റ് വീലിന്റെ ചലനമാണ്. ജയന്റ് വീലിന്റെ ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം ഇവയൊക്കെ ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഓസിലേറ്ററി മോഷൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ടൈറ്റാനിയമാണ്. ബാക്കിയൊക്കെ ശാസ്ത്രജ്ഞരുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ. മെൻഡലീവിയം, റൂദർഫോർഡിയം, ക്യൂറിയം എന്നിവ. അടുത്ത ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. അനുയോജ്യമായത് കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ്. ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്? വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെട്ടവ ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു.
ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ ചിക്കൻ പോക്സ് ആണ് ഒറ്റപ്പെട്ടത്. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങൾ. ചിക്കൻ പോക്സ് വൈറസ് രോഗം. നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? വവ്വാലാണ്. വവ്വാലാണ് നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏത്? ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? സ്പിഗ്മോമാനോമീറ്റർ. സ്പിഗ്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? സാധ്യതയില്ലാത്തത് പ്രമേഹമാണ്. പ്രമേഹം. സാധ്യതയുള്ളത് അതിരോസ്ക്ലീറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം എന്നിവ. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ്. ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്? SCRTയിലെ ഫാക്റ്റ് ആണ്. WIFS ആണ്. WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. കുഷ്ഠരോഗ ലക്ഷണങ്ങൾ. ബാലമിത്ര. താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല. ബാക്കി മൂന്നും ശരി. ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെ? തുടങ്ങനാടാണ്. തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28% ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി. ഓക്കെ. അപ്പോൾ LGS ആകുമ്പോൾ 80 GK ചോദ്യങ്ങളും 20 മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ 80 GK ചോദ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോകാം. അടുത്ത ചോദ്യ പേപ്പർ LGS നിലവാരത്തിലുള്ള കാവടി എക്സാമിൻ്റെതാണേ. നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബന്ധമില്ലാത്തത് മൂന്നാമത്തെ പ്രസ്താവനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്, പക്ഷെ സ്ഥാപകൻ ഇദ്ദേഹമല്ല. അതുമാത്രം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കിയെല്ലാം ശരി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നതില് കർഷകരുടെ ദുരിതങ്ങൾ ശരി, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം ശരി, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ശരി, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ ശരി. ഇവയെല്ലാം ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാ? സൂര്യസെൻ. സൂര്യസെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണം. ഈ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഇതിൽ ആദ്യം വരുന്നത് കുണ്ടറ വിളംബരമാണ് 1809. രണ്ടാമത് മലയാളി മെമ്മോറിയൽ 1891. മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. നിവർത്തന പ്രക്ഷോഭം 1932. ഇത് ചോദ്യം നവോത്ഥാന നായകരും സംഘടനകളുമാണ്. ചേരുംപടി ചേർക്കുക.
അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം എന്നിങ്ങനെയാണ് കറക്റ്റായിട്ട് യോജിപ്പിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ടി കെ മാധവനാണ് നേതൃത്വം നൽകിയത്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. എ കെ ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെതാണ്. അപ്പോൾ ആ പ്രസ്താവന തെറ്റ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകൾ ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശമാണ് ഉൾപ്പെടാത്തത്. സ്വത്തവകാശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ബ്രിട്ടനാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്. ബ്രസീൽ, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നിവയ്ക്ക് എഴുതപ്പെട്ട ഭരണഘടനകളാണ് ഉള്ളത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഓം ബിർള. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് VP മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവും ആര് തന്നെയാണ്? VP മേനോനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏതാണ്? ഗോവയാണ്. ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? റഷ്യ. റഷ്യ. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെ? ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേരാണ് സേഫ് കേരള. സേഫ് കേരള. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെ? നർമ്മദ, താപ്തി എന്നിവയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആരാ? ഡോക്ടർ P വീരമുത്തുവേലാണ്. വീരമുത്തുവേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം നീർവാർച്ചയുള്ള മണ്ണാണ്. നീർവാർച്ചയുള്ള മണ്ണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ആന്ധ്രാപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 31. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിക്ക് പറയുന്ന പേരെന്താ? ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ. SERT സയൻസിലുള്ളതാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. ഏറ്റവും നീളം കൂടിയത് പെരിയാർ. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു.
മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ശരി. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. അദ്ദേഹത്തിന്റെ ആത്മകഥയാണത്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ട് ആചരിക്കുന്നു? ചെറുധാന്യ വർഷം. ചെറുധാന്യ വർഷം. പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിന്റെ പോഷക നദികൾ 1, 2, 4. മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ. ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശെന്തുരുണി കൊല്ലം ജില്ല. കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. നേരെ തന്നെയാണ് ശരി. ഓപ്ഷൻ എ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റ്ലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം 2023 വൈദ്യശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. അത് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? പോത്തുകൽ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാ? വേമ്പനാട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. പള്ളിവാസൽ, ചെങ്കുളം എന്നിവ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ, രണ്ടാമത് ചെങ്കുളം. രണ്ടും സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എന്നതാണ്. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സുന്ദർബൻ എന്താണ്? ഡെൽറ്റയാണ്. ഡെൽറ്റ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്ര? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? തിരൂർ ബേപ്പൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാല്. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താ? കോമൺവെൽത്ത് രാജ്യങ്ങളാണ് ഇവ 3. UK, ഇന്ത്യ, കെനിയ. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? നൈട്രജൻ ആണ് പെടാത്തത് ഹരിതഗൃഹവാതകങ്ങളിൽ. കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. നൈട്രസ് ഓക്സൈഡ്, മീഥെയിൻ. ഇത് 3ഉം ഓർത്തിരിക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയിൻ. INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. INA വനിതാ റെജിമെന്റിന്റെ നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് അറിയപ്പെട്ടത്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ജീവകം D ആണ് അത്യന്താപേക്ഷിതമായ ജീവകം. അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? കണ. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പറമ്പിക്കുളം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യവസ്ഥയാണ്. ഇത് 3ഉം ശരിയാണ്. 4 തെറ്റ്. നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളല്ല വൃക്കകളും കരളുകളും. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാ? കോഴിക്കോട് ജില്ല. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉറുമ്പുപൊടിയാണ്. ഉറുമ്പുപൊടി. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് എയറോപോണിക്സ്. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനമാണ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക.
ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഇത് രണ്ടുമാണ് ശരി. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലാണോ കാണപ്പെടുന്നതല്ല, ഓർബിറ്റിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഷെല്ലുകളിലാണ് കാണപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ റിലീസ് ആവുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇരുമ്പിന്റെ അയിര് ഏത്? ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്ത്? ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷയാണ്. ഒഡീഷ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിനാണ്. സ്പെയിൻ. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏത്? വിസർജന അവയവം അല്ലാത്തത് ഹൃദയമാണ്. ഹൃദയം. വൃക്ക, ത്വക്ക്, ശ്വാസകോശം എന്നിവ വിസർജന അവയവങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? എയ്ഡ്സ്. എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എംഫീസീമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എൽസയാണ്. എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതാണ്. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏത്? അമിനോ ആസിഡാണ് പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്നത്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് ആണ്. അത്ലറ്റ്സ് ഫൂട്ട് ഫംഗസ്. അടുത്ത ചോദ്യം, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. ആരോഗ്യകിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? കക്കോടി, കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? പെരികാർഡിയമാണ്. പ്ലൂറ ശ്വാസകോശത്തെയാണ് ആവരണം ചെയ്തിരിക്കുന്നത്. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? BCG വാക്സിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യപേപ്പർ 2024 നടന്ന LGS നിലവാരത്തിലുള്ള ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെയാണ്. നോക്കാം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സംബാദ് കൗമുദിയാണ്. ബംഗാളി ഭാഷയിൽ സംബാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ് സ്ഥാപിച്ചത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? മറാത്തി ഭാഷയിലാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആര്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ ആമുഖം. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയതാര്? NV കൃഷ്ണവാര്യർ ആണ്. NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? റഷ്യ. റഷ്യയിൽ നിന്നാണ് എടുത്തത്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരമാണ് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപമാണ് 1806 നടന്നത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? G ശങ്കരക്കുറുപ്പാണ്. G ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? KM മുൻഷി. KM മുൻഷി.
102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338B. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? UK ആണ്. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി, ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി, ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു എന്നിവയാണ് ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം എന്നതാണ് തെറ്റ്, ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി, അതായത് തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. 21. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മൈസൂരാണ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവ വിസമ്മതിച്ചു നിന്ന നാട്ടുരാജ്യങ്ങളാണ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാ? ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഗുജറാത്തും മധ്യപ്രദേശുമാണ്. ഗുജറാത്തും മധ്യപ്രദേശും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ബാക്കിയുള്ളവ ബന്ധപ്പെട്ടവയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. വടക്കൻ സിർക്കാർസ് ആണ്. അത് കിഴക്കൻ തീരസമതലമാണ്. മലബാർ, കൊങ്കൺ, ഗുജറാത്ത് എന്നിവ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അന്റോണിയോ ഗ്യൂട്ടറിസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? UN സെക്രട്ടറി ജനറൽ ആണ്. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. ഛത്തീസ്ഗഡിന്റെ CM ആരാണ്? വിഷ്ണു ദിയോ സായി ആണ്. അടുത്ത ചോദ്യം, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏത്? ഇറാനാണ്. ഇറാൻ. അടുത്ത ചോദ്യം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെ? കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ണൂറും കാസർഗോഡുമാണ്. കണ്ണൂറും കാസർഗോഡും. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 താലൂക്കുകളാണുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ. ബാക്കിയൊക്കെ ശുദ്ധജല തടാകങ്ങളാണ്. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഈ നദി വിശാലമായി ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഷോളയാർ പാലക്കാട്, തൃശ്ശൂരിലാണ്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏത്? ആറളമാണ്. ആറളം. അടുത്ത ചോദ്യം, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം.
അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. 42. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? ദഹനം സുഗമമാക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേരെന്താ? ആദിത്യ L1 ആണ് ഇന്ത്യയുടെ സൗര ദൗത്യം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? വിരാട് കോഹ്ലിയാണ്. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുനാണ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാ? പാരീസ് ആണ്. പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപര്യാപ്തത രോഗങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ? പവിത്ര, അന്നപൂർണ എന്നിവ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ആണ്? കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക് എന്നിവ. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ചെറുധാന്യ വർഷം. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. സിങ്ക്, ഗലീന. ലെഡിന്റെ അയിരാണ് ഗലീന. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെയെല്ലാമാണ് ആശ്രയിച്ചിരിക്കുന്നത്? മാസിനെയും പ്രവേഗത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. 12 mv² ആണ് ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മാസും വെലോസിറ്റി. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മാഗ്മി ബവേണ്ടി, ലൂയിസ് സി ബ്രൂസ്, അലക്സി എ എക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ് ആണ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്, ഖരപദാർത്ഥങ്ങളിലൂടെയാണ്. അത് തെറ്റിപ്പോയി. വായുവിലൂടെയാണ് എന്നാണ് തന്നിരിക്കുന്നത്, തെറ്റ്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 1, 2, 3. KLM 3 ഷെല്ലുകൾ. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഇത് രണ്ടും ശരി. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏത്? ബാക്ടീരിയയാണ്. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? 1 ശരി, 4 ശരി. മന്തും മലമ്പനിയുമാണ് ശരിയായിട്ടുള്ളവ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1ഉം 3ഉം ആണ് ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെല്ലുലോസ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ് ആണ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. അത് തെറ്റ്. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഡയേറിയ, ബാക്ടീരിയ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 1 ശരി, 2 ശരി.
ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നതാണ് ശരിയല്ലാത്തത്. വൈറ്റമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ്? 1 ശരി, 4 ശരി. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാതൃക അരി എന്നാണ് അറിയപ്പെടുന്നത്? ആസാമാണ്. 2023 ഓഗസ്റ്റിൽ EG 5.1 ദാറ്റ് ഈസ് എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, അപ്പോൾ 3 ചോദ്യപേപ്പറുകളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഏകദേശം 250ഓളം ഫാക്ട്സ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.